ഹായ്, എല്ലാവർക്കും നമസ്കാരം. റിയാസ് ആണ്. വെൽക്കം ടു മൈ ചാനൽ റിയാസ് വി ഫോർ യു. ഞങ്ങളിന്ന് ദോഹ ഖത്തറിലാണുള്ളത്. ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ കൂടെ സബിയുണ്ട്, പിന്നെ ഒരാളുണ്ട് വിവേക്. പുള്ളിക്കാരൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരികയാണ്. എന്താണ് ഈ രാത്രിയിൽ ഞങ്ങളെ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ദോഹയിൽ നിന്നും ഏകദേശം 2-3 മണിക്കൂർ യാത്രയുണ്ട്. അധികം ആരും ചെന്നെത്തിപ്പെടാത്ത ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉൽക്ക വീഴുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗാലറ്റിക് കോർബെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഖത്തറിൽ. നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഇത് കാണുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. കാര്യം ഇതൊരു ഓഫ് റോഡാണ്. നമുക്ക് അങ്ങോട്ട് സാധാരണ വണ്ടികളിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും മനോഹരമായ പല കാഴ്ചകളുമുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോയിൽ കൂടിയാണ് കാണുന്നത്. ഖത്തറിലെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് സ്കൈ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഗാലറ്റിക് കോർബെ എന്ന് പറയുന്നത്. മനോഹരമായി സ്കൈ നിറച്ച് സ്റ്റാർസ് കാണാനും, അതുപോലെ തന്നെ നമ്മുടെ മിൽക്കി വേ ക്ഷീരപഥം കാണാനും, ഉൽക്കകൾ വീഴുന്നത് കാണാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ് ഈ ഗാലറ്റിക് കോർബെ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എത്തുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം ഇതൊരു ഓഫ് റോഡിങ് ഒരു റൂട്ടാണത്. നമുക്ക് കറക്റ്റായിട്ട് റോഡ് പോലും ഇല്ലാത്തതാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കാര്യം ഖത്തറിൽ അഡ്വഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണിത്. കാരണം ഖത്തറിലെ ഏറ്റവും ഇരുട്ടുള്ള പ്രദേശമാണ് ഇവിടെ. ഏകദേശം 30 കിലോമീറ്ററോളം ഒറ്റ ലൈറ്റ് പോലും ഇല്ലാത്ത വഴിയും, അതിൽ തന്നെ 15 കിലോമീറ്ററോളം പക്ക ഓഫ് റോഡും, ഒരു റോഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ഓഫ് റോഡും, ആരെയും പേടിപ്പെടുത്തുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഗ്രാമവും ഒക്കെയുണ്ട് അവിടെ. പ്രേത നഗരം എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പല ആൾക്കാരും പലതും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. എന്താണ് ഈ ഒരു യാത്രയുടെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം എന്നുള്ളത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. കാരണം ഒറ്റയ്ക്ക് പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. കാര്യം എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഞങ്ങൾ പോകുന്നത് ഖത്തറിലെ ഓഫ് റോഡ് രാജാക്കന്മാരായ ഡ്യൂട്സ് ഓഫ് ഡ്യൂൺസ് എന്ന ഓഫ് റോഡ് ക്ലബ്ബിലെ കൊമ്പന്മാരുമായിട്ടാണ്. ഏകദേശം 25ഓളം SUV ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. എന്ത് പറ്റിയാലും സഹായിക്കാൻ നമ്മുടെ കൂടെ ആളുണ്ടെന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസം കൂട്ടുന്നൊരു കാര്യമല്ലേ. രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയ പ്രദേശമാണത്. പണ്ട് ഗൂഗിൾ മാപ്പുമായി ഒരു ബന്ധമൊന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ബഹ്റിനുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. ദോഹയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് അവിടെ എത്താൻ. അതിൽ 10-25 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും മനോഹരമായ കാഴ്ച. ഒരു തടസ്സവും ഇല്ലാതെ ആകാശം നിറയെ നക്ഷത്രങ്ങളെ കാണാം നമുക്ക്. പക്ഷേ അവിടെ എത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഖത്തറിൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വേണം
അവിടെ എത്താൻ. ഓഗസ്റ്റ് 13 രാത്രി 1 മണിക്കാണ് ഞങ്ങൾ ദോഹയിൽ നിന്ന് പുറപ്പെട്ടത്. കൂടെ ഡ്യൂട്ട്സ് ഓഫ് ഡ്യൂൺസിൻ്റെ 25ഓളം SUVകളും ഉണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയുടെ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അൽറയാൻ മുനിസിപ്പാലിറ്റിയുടെ അവസാന ഭാഗമായ ജുമൈലിയ എന്ന സ്ഥലമാണ് ആൾതാമസമുള്ള അവസാന ഭാഗം. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു ഫാമിലി പാർക്ക്, അൽമീര എന്നിവ നമുക്ക് കാണാം. രാത്രി ആയതിനാൽ ഒന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഇനി ഈ കാണുന്ന കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ വഴിവിളക്കുകളുമില്ല. റോഡിൻ്റെ അവസാന ഭാഗം ഒരു റൗണ്ട് അബൌട്ടുണ്ട്. ഈ റൗണ്ട് അബൌട്ട് മുതൽ വിജനമായ മരുഭൂമിയുടെ തുടക്കമാണ്. ഞങ്ങളുടെ കൂടെയുള്ള വണ്ടികളല്ലാതെ വേറെ ഒന്നും ഇവിടെയില്ല. ഇരുട്ടിൻ്റെ ആഴമളക്കാൻ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി, ഒന്നും കാണാനില്ല, കൂരിരുട്ട്. ഏകദേശം 15 കിലോമീറ്ററോളം ഇങ്ങനെ റോഡുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡുമില്ല. ഇവിടെയാണ് സാഹസികതയ്ക്ക് തുടക്കമാകുന്നത്. രാത്രി ആയതുകൊണ്ട് മുന്നിലുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മുന്നിൽ പോകുന്ന വണ്ടിയുടെ പിന്നാലെയാണ് ബാക്കിയുള്ള ഞങ്ങളുടെയും പോക്ക്. വളരെ സാവധാനം മാത്രമേ നമുക്ക് ഈ വഴി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ മറ്റു വണ്ടികൾ ഉണ്ടായിട്ട് പോലും അല്പം പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ മരുഭൂമിയുടെ പ്രത്യേകത വിജനമായതുകൊണ്ട് ഒരുപാട് പക്ഷികളും ഇഴജന്തുക്കളും ഒക്കെ ഉണ്ട് എന്നതാണ്. അതിനാൽ കഴിവതും ഇടയ്ക്ക് വാഹനം നിർത്തി പുറത്തിറങ്ങാതെ ഇരിക്കുക. 15 കിലോമീറ്ററോളമുള്ള ഈ ഒരു ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയം നിറഞ്ഞ ആകാംക്ഷയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയാൽ മതിയെന്നായിരിക്കും. എന്നാൽ അവിടെ പോയിട്ട് വന്നിട്ട് നമുക്ക് കൊതിക്കും ഒരിക്കൽ കൂടി ഇങ്ങനെയൊന്ന് പോയാലോ എന്ന്, ഇങ്ങനെ ഒരു ഡ്രൈവ് ചെയ്താലോ എന്ന്. ഈ യാത്രയുടെ ഏറ്റവും മികച്ച ത്രില്ലെന്നത് നമ്മൾ പോകുന്നത് ഒരു മരുഭൂമിയിലൂടെയാണ്. പണ്ടത്തെ അറബി കഥകളിൽ നമ്മൾ കേട്ടിരുന്നത് പോലെ ഒരു പ്രേത നഗരമുണ്ട് അവിടെ. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, റൗണ്ട് അബൌട്ടുകൾ, തറയിൽ വീണ് കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, വേസ്റ്റ് ഡബ്ബകൾ, അങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയോ പണ്ടവിടെ താമസിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വിജനമാണ് അവിടെ. നമ്മുടെ യാത്രയിൽ ഒരുപക്ഷെ അതുപോലെ പേടിപ്പെടുത്തുന്ന പലതും കണ്ടേക്കാം. പല ആൾക്കാരും പറയുന്നുണ്ട് അവിടെ പ്രേതശല്യമുണ്ട്, പല രൂപങ്ങളും കണ്ടിട്ടുണ്ട്, നമ്മൾ പോകുമ്പോൾ പലരും കൈ കാണിക്കാറുണ്ട്. ചിലപ്പോൾ ജിന്നുകളായിരിക്കാം. ഞങ്ങൾ പോകുമ്പോൾ ഇരുട്ടിൻ്റെ ആഴമറിയാൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പലതവണ ഓഫാക്കി നോക്കി. വളരെ ഭയാനകരമാണ്, ഒന്നും കാണാൻ കഴിയില്ല, അത്ര കൂരിരുട്ട്. ഒരു പ്രാവശ്യം ലൈറ്റ് ഓഫാക്കി ഓണാക്കിയപ്പോൾ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മുന്നിലൊരു രൂപം. വെറുതെ അങ്ങനെ ഒരു അനുഭവവും ഞങ്ങളുടെ യാത്രയിൽ കണ്ടതേയില്ല. ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം ഒരു പക്ഷേ. അവിടുത്തെ രാത്രി യാത്രയും വിജനമായ മരുഭൂമിയുമൊക്കെ ആരെയും പേടിപ്പെടുത്തും എന്നുള്ളത് സത്യം. കൂടെ ഇങ്ങനെയുള്ള പ്രേത കഥകളും കൂടിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഈ കഥകൾ മുതലാക്കി ആരെങ്കിലും പോയി വേഷം കെട്ടി നിൽക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കൈ കാണിച്ചാലോ മറ്റോ ഒരു കാരണവശാലും നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല. നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയാൽ മാത്രം നമ്മുടെ വണ്ടികൾ നിർത്തുക. അതുപോലെ നമ്മൾ വണ്ടി നിർത്തി വെളിയിലോട്ട് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. കാര്യം ഇതൊരു വിജനമായ മരുഭൂമി ആയതുകൊണ്ട് ഒരുപാട് ഇഴജന്തുക്കളും പാമ്പുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഗാലക്റ്റിക് ഓർബയിൽ ചെന്നാൽ പോലും അവിടെ ഇതുപോലെയുള്ള പാമ്പുകളും മറ്റുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇരുട്ടത്ത് പോകുന്നവരും രാവിലെ വണ്ടി നിർത്തി പുറത്തിറങ്ങുന്നവരൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം ദൂരെ ഒരു റെഡ് ലൈറ്റ് കണ്ടു, ഒരു ടവറിൻ്റെ മുകളിൽ. ഇനി അതാണ് ലക്ഷ്യം. അവിടേക്ക് പോകാൻ പ്രത്യേകം പാതകളൊന്നുമില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മുൻപ് പോയ വണ്ടികളുടെ ടയർ പാടുകൾ നോക്കി അങ്ങനെ പോകാം. പക്ഷേ ഇടയ്ക്ക് ഈ പാതകൾ രണ്ടായി തിരിയും. ഏതിലേ പോകും എന്ന കൺഫ്യൂഷനാകും നമുക്ക്. കയ്യിൽ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്പെടും. അവസാനം തുരുമ്പ് പിടിച്ച് തകർന്ന ഒരു ഗേറ്റിനകത്തേക്ക് ഞങ്ങളെത്തി. അതെ, ആകാശവിസ്മയത്തിൻ്റെ ഗാലക്റ്റിക് ഓർബേ. 7 വർഷങ്ങൾക്ക് മുമ്പ് 2014 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഖത്തർ ഫോട്ടോഗ്രാഫർ ഹമദ് ഇക്ബാലും സുഹൃത്ത് ഹോബിസ്റ്റും കൂടി ദോഹയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ 2 മണിക്കൂർ യാത്ര ചെയ്ത് ഈ മനോഹരമായ സ്ഥലത്തെത്തിയത്. ഖത്തറിൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബീച്ചുകൾ, പുരാതനമായ സൂക്കുകൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയവ. പക്ഷേ എന്നാൽ വ്യത്യസ്തമായ കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹത്താൽ ഈ ഫോട്ടോഗ്രാഫറും സുഹൃത്തും തിരഞ്ഞെടുത്ത സ്ഥലം വളരെ വ്യത്യസ്തമായിരുന്നു. ലൈറ്റ് പൊല്യൂഷൻ ചാർട്ടിൻ്റെ സഹായത്തോടെ, കാരണം ഖത്തറിൽ ഏറ്റവും കുറവ് ലൈറ്റുള്ള സ്ഥലം ഏതാണെന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ചാർട്ടിൻ്റെ സഹായം അത്യാവശ്യമാണ്.
അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാം നമ്മുടെയൊക്കെ സ്ഥലം എത്രത്തോളം ലൈറ്റ് പൊല്യൂട്ടഡ് ആണെന്നുള്ളത്. ഇതുപോലുള്ള ആകാശ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു തരി പോലും ലൈറ്റ് വരാൻ പാടില്ല. എന്നാൽ മാത്രമേ മനോഹരമായിട്ട് നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ചും അവർ അന്വേഷണങ്ങൾ നടത്തി ഒടുവിൽ മരുഭൂമിയിൽ അത്തരത്തിലുള്ള വിജനമായതും ഇരുണ്ടതും മനോഹരവുമായ ഒരു സ്ഥലം യാദൃച്ഛികമായി അവർ കണ്ടെത്തി. ഗാലക്റ്റിക് കോർബയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച ആകാശം നിറയെ നക്ഷത്രങ്ങളെ കാണാം എന്ന് തന്നെയാണ്. ഒരു തടസ്സവുമില്ലാതെ നമുക്ക് മനോഹരമായി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത്ര നക്ഷത്രക്കൂട്ടങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. അതുമാത്രമല്ല അവിടുത്തെ പ്രത്യേകത, നമ്മുടെ ഗാലക്സി കൂട്ടങ്ങളിലെ മിൽക്കി വേ ഗാലക്സി നമുക്കവിടെ നിന്ന് കാണാം എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എപ്പോഴും നമുക്കത് കാണാൻ സാധിക്കില്ല. അത് കാണാൻ അനുയോജ്യമായ കുറച്ച് മാസങ്ങളുണ്ട്. മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും നമുക്കത് കൂടുതൽ കാണാൻ കഴിയുക. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ ആകാശം തെളിച്ചമുള്ളതായിരിക്കണം, നല്ല വ്യക്തമായിരിക്കണം, ചക്രവാളത്തിന് മുകളിൽ ചന്ദ്രൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സമയം അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും. രാത്രിയുടെ മൂന്നാം യാമം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഓരോ വർഷവും ഏതൊക്കെ സമയത്താണ് മിൽക്കി വേ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പം മാക്ബുക്ക് PC ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റെലേറിയം എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലേക്കൂടെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ചാർട്ട് പോലുള്ള ആപ്ലിക്കേഷൻ നോക്കിയാൽ മിൽക്കി വേയുടെ ആംഗിളുകൾ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു മിൽക്കി വേ ഇതൊക്കെ ഉള്ള കാണണം എന്നൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അതിനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന 30-ൽ കൂടുതൽ ഗാലക്സികളുള്ള ഒരു ഗാലക്സി കൂട്ടത്തിലെ ഏറ്റവും പ്രകാശം പുറപ്പെടുവിക്കുന്ന ഗാലക്സികളിലൊന്നാണ് നമ്മുടെ മിൽക്കി വേ അഥവാ ക്ഷീരപഥം. ഈ മിൽക്കി വേയിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് തന്നെ. പ്രകാശം മാത്രമല്ല, വലുപ്പവും വളരെ കൂടുതലാണ്. നമ്മൾ കാണുന്ന മിൽക്കി വേയുടെ ചിത്രങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം നമ്മൾ മിൽക്കി വേയുടെ ഉള്ളിലാണുള്ളത്. ഇതിന് പുറത്തു പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ചിത്രം പകർത്താൻ കഴിയൂ. ശരിക്കും ഇതിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ച് ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഈ ഒരു ഗാലക്സിയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ വലുപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 1,00,000 പ്രകാശ വർഷമാണ് അതിൻ്റെ വ്യാസം. ഇതിൻ്റെ ഉയരം അല്ലെങ്കിൽ കട്ടി എന്നത് 1000 പ്രകാശ വർഷമാണ്. ഏറ്റവും വലിയ ഗാലക്സി ആൻഡ്രോമേഡ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അത് ഈ നമ്മുടെ മിൽക്കി വേയെ കാട്ടി വലുപ്പമുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അത് തന്നെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ആകാശം നിറയെ നക്ഷത്രങ്ങൾ കാണാം. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ ഇതിൽ കാണിക്കുന്ന ആകാശ കാഴ്ചകളിൽ ചിലത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മറ്റു വീഡിയോകളിൽ നിന്നും എടുത്തതാണ്. ഇവിടുത്തെ കാഴ്ചകൾ സാധാരണ ക്യാമറയിലും മൊബൈലിലും ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനുള്ള സെറ്റിങ്സ് ചെയ്താൽ മാത്രമേ അത് പകർത്താൻ നമുക്ക് പറ്റുള്ളൂ. ഗാലക്റ്റിക് കോർബയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ മിൽക്കി വേയുടെ കാഴ്ചയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് അതിലും മനോഹരമായ ഒരു കാഴ്ച കാണാനാണ്. അതെ, ഉൽക്ക വീഴുന്ന കാഴ്ച, മിറ്റിയോർ ഷവർ. ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ധാരാളം ഉൽക്കകൾ കടന്നു പോകുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ മിറ്റിയോർ ഷവർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം ഷിഫ്റ്റ് ടർട്ടിൽ അഥവാ കോമറ്റ് എന്ന വാൽനക്ഷത്രമാണ്. അതിൻ്റെ വാലിലടങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ ഐസ് പാളികൾ മുതൽ പാറക്കഷ്ണങ്ങൾ വരെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ വളരെ ചെറിയ ഉൽക്കകളാണ് ഇതിൽ പെടുന്നത്. ചിലപ്പോൾ അപൂർവമായി വലുതും ഇതിൽ പെടാറുണ്ട്. ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകത, ഭൂമി അതിൻ്റെ ഇടയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതിനെ മിറ്റിറോയിഡ് സ്ട്രീം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ഇത്തരത്തിലുള്ള കുറച്ച് മിറ്റിയോറുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പതിക്കുന്നതാണ്. അന്തരീക്ഷത്തിലെത്തിയാൽ അവ പെട്ടെന്ന് കത്തിപ്പോകും. അതാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. സംഭവിക്കുന്നത് ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 26 വരെയാണ്. ഏറ്റവും കൂടുതൽ തീവ്രമാകുന്നത് ഓഗസ്റ്റ് 12, 13 തീയതികളിലാണ്. സാധാരണഗതിയിൽ അപൂർവമായി മാത്രം കാണാറുള്ളതാണ് ഈ ഉൽക്ക കത്തിപ്പോകുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു മണിക്കൂറിൽ 100 മുതൽ 150 എണ്ണം വരെ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു മിനിറ്റിൽ 5 ഉൽക്കകൾ വരെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആകാശം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് പൊല്യൂഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ ഗാലക്റ്റിക് കോർബെ എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത, ഈ മാസത്തിൽ ചന്ദ്രൻ ഉദിക്കുന്നത് രാവിലെയും വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി ചന്ദ്രൻ്റെ പ്രകാശവും ഉണ്ടാകില്ല.
പെർസിയസ് എന്ന നക്ഷത്രരാശിയുടെ അടുത്താണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പെർസൈഡ്സ് മിറ്റിയോർ ഷവർ എന്ന് വിളിക്കുന്നത്. ആകാശത്തിലേക്ക് നോക്കിയാൽ ഉടനെ നമുക്കിതൊന്നും കാണാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കണ്ണ് ഒരു 5-10 മിനിറ്റ് ആകാശത്തിലേക്ക് നോക്കിയിരുന്നാൽ നമ്മുടെ കണ്ണുമായിട്ടൊന്ന് പൊരുത്തപ്പെടണം ആകാശം. എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മിറ്റിയോർ ഷവർ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി മുഴുവൻ ആകാശത്തിൽ ഉൽക്കകൾ വീഴുന്നതും നോക്കിയിരുന്നു. നിറയെ നക്ഷത്രങ്ങൾ. ഈ മനോഹരമായ കാഴ്ചയുടെ വില്ലൻ സൂര്യപ്രകാശമാണ്. ലൈറ്റ് വന്നാൽ പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നേരം വെളുത്താൽ ഇത്രയും നക്ഷത്രങ്ങളിൽ നിന്ന് ആകാശമാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും. പകലായാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കടലിലേക്ക് ഇറക്കി നിർമ്മിച്ച തടിയുടെ ഒരു പാലമാണ്. അതാകെ ദ്രവിച്ചു. കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. കാലക്രമേണ ഒരുപക്ഷെ അതും ഇല്ലാതാകും. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. മനോഹരമായ ഫോട്ടോസ് അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ഗാലക്റ്റിക് ഓർബിലേക്ക് പോകുന്നവർക്കുള്ള കുറച്ച് ടിപ്പുകൾ പറയാം. ഏകദേശം 25-30 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. അതുകൊണ്ട് സെഡാൻ പോലുള്ള ചെറിയ കാറുകളൊന്നും തന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. 4x4 SUVകളാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല വണ്ടിയുടെ കണ്ടീഷൻ, ടയർ എന്നിവ ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തുക. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരിക്കണം. ആവശ്യത്തിന് വെള്ളം, ഫ്രൂട്ട്സ്, സ്നാക്സ്, ആഹാരം എന്നിവ കരുതുക. അവിടെ എവിടെയും കടകളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. പോകുന്നവർ വേസ്റ്റ് അവിടെ എവിടെയും ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കാണാൻ പോകുന്നത് ആകാശവിസ്മയമാണ്. അത് മനോഹരമായി കാണണമെങ്കിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ടി വരും. മുകളിലേക്ക് ഇങ്ങനെ തലയും പൊക്കി പിടിച്ച് അധിക നേരം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഒരു പിക്നിക് മാറ്റ്, തലയിണ, ബെഡ്ഷീറ്റ് എന്നിവ പോലുള്ള കരുതുക. ഇതാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഇത് കാണാൻ നമുക്ക് ഉപകാരപ്പെടും. ബീച്ച് ചെയറുകൾ കരുതുന്നതും നല്ലതാണ്. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഫാമിലിയുമായി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ്. കാരണം ഒരു വെളിച്ചം പോലുമില്ലാതെ വ്യക്തമായി ആകാശം കാണണമെങ്കിൽ ആ ടൈം മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ആകാശവിസ്മയം കാണാൻ കാറിൻ്റെ ഒരു പാർക്ക് ലൈറ്റ് പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ലൈറ്റും ഇല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഒറ്റയ്ക്ക് പോകാതിരിക്കുക. പറ്റുമെങ്കിൽ ഗ്രൂപ്പുകളായി പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മിനിമം 2 വണ്ടികളെങ്കിലും പോവുക. കാരണം ഒരു വണ്ടിയിൽ പോയാൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പെടും. സഹായത്തിന് ആരും തന്നെ കാണില്ല. ക്യാമ്പിങ്ങിനും പറ്റിയ സ്ഥലമാണ്. അതിനുള്ള സാധനങ്ങൾ കൂടെ കരുതുക. ബാർബിക്യൂ പോലെ കുക്കിംഗ് തുടങ്ങിയവ ചെയ്യുന്നവർ വേസ്റ്റ് അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. രാവിലെ തന്നെ DODയുടെ കൊമ്പന്മാർ എല്ലാവരും നിരന്നു ഫോട്ടോഷൂട്ടിനായി. അത് കഴിഞ്ഞാൽ അവർ നേരെ സുബാറ ബീച്ചിലേക്കാണ്. ഞങ്ങളങ്ങോട്ടില്ല. അതുകൊണ്ട് പതുക്കെ അവരോട് യാത്ര പറഞ്ഞു ഞങ്ങളിറങ്ങി. ഇവിടേക്ക് വന്ന പോലെയല്ല, തിരിച്ചു പോയപ്പോഴാണ് ആ മരുഭൂമിയുടെ യഥാർത്ഥ ഭംഗി ഞങ്ങൾ കാണുന്നത്. ഇവിടെ 3 ടെറൈനുകളാണുള്ളത്. ഒന്ന് ഇതുപോലെ മണൽ നിറഞ്ഞു കിടക്കുന്നത്. അത് കടലിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ. സ്മൂത്ത് ഡ്രൈവാണ് അവിടെ. പിന്നെയുള്ളത് കല്ലുകൾ നിറഞ്ഞ വഴി. അതിൽ കൂടി സൂക്ഷിച്ച് പതുക്കെ ഡ്രൈവ് ചെയ്യുക. അവസാനമുള്ളത് വലിയ കുഴികളും കല്ലുകളും ഒക്കെ നിറഞ്ഞ പാതയാണ്. നമ്മൾക്ക് ഇതിൽ കൂടി എല്ലാം പോകേണ്ടി വരും.
പണ്ടെങ്ങോ ഇവിടെ ആൾതാമസമുണ്ടായിരുന്നു. ഇവിടേക്കൊരു റോഡും ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്നു കിടക്കുന്നു. വഴിയിൽ വീണ് കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, റൗണ്ട് അബൌട്ട്, ഇതെല്ലാം നമുക്ക് കാണാം. ഇവിടെ ഏതോ പ്രോജക്റ്റുകൾ നടന്നിട്ടുണ്ടാകാം. ഒരുപാട് പോർട്ടോ ക്യാബിനുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു പള്ളി കാണാം. അങ്ങനെ പലതുമുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ മനുഷ്യവാസമൊന്നുമില്ല. തിരിച്ചു വരുന്ന വഴിയിൽ ഏതോ ഒരു അറബിയുടെ പ്രൈവറ്റ് ഫാം ഞങ്ങൾ കണ്ടു. പഴയ കുറേ വിൻറ്റേജ് ട്രക്കുകൾ അവിടെ നിരത്തിയിട്ടേക്കുന്നു. കുറച്ച് മൃഗങ്ങളും അവിടെ വളർത്തുന്നുണ്ട്. സീബ്ര, പലയിനം മാനുകൾ തുടങ്ങിയവ. തിരിച്ചു പോകുവാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഈ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഖത്തറിലുള്ളവരാണെങ്കിൽ പറ്റുമെങ്കിൽ ഇങ്ങനെയൊരു യാത്ര അവിടേക്ക് പോവുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായി ഒരു വ്ളോഗിംഗ് വീഡിയോ ചെയ്യുന്നതിലെ പോരായ്മകൾ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും മനോഹരമായ വീഡിയോകളുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്. ദിസ് ഈസ് റിയാസ് ഫ്രം റിയാസ് V4U.